ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും സുഖമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വീഡനിലെ പാർട്ട് ടൈം ജോബ്സിനെ പറ്റിയാണ് കേട്ടോ. അപ്പം സ്വീഡനിൽ എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നത്, അതുപോലെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, എപ്പോഴൊക്കെയാണ് കൂടുതലായിട്ടും പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് കൂടുതൽ പാർട്ട് ടൈം ജോബ്സ് കിട്ടുക ആസ് എ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ എന്താണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ഒന്ന് ചോദിക്കാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഇനി എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം സ്വീഡനിലെ മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. അപ്പം സെപ്റ്റംബർ ഇൻടേക്കിലാണ് കൂടുതലും മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഈ ജാനുവരി ഇൻടേക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ആണ്. മാസ്റ്റേഴ്സ് ചില യൂണിവേഴ്സിറ്റീസ് ആണ് ഡെലിവർ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം എല്ലാവരും വരുന്നത് ഇയർലി ഒരു വർഷം എന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ ഇൻടേക്കിൽ വരിക എന്ന് പറയുമ്പം ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് സെക്കൻഡ് വീക്കോട് കൂടിയാണ് എല്ലാവരും വരുന്നത്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇവിടെ വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പം ഏകദേശം ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൂടാണ്ട് നമുക്കൊരു നവംബർ സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് ചെറുതായിട്ട് സ്നോഫാളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം ഇതിനകത്ത് ഡിസംബറിലൊക്കെ നല്ല സ്നോഫാൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വർഷം ഫോർച്ചുനേറ്റ്ലി വിൻ്റർ കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. എന്ന് വെച്ചാൽ സ്നോഫോൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയും ലാസ്റ്റ് ഇയർ പോലെ അത്രയ്ക്ക് ഹെവി ആയിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്കൊരു നവംബർ സെക്കൻഡ് വീക്കോട് കൂടി ഈ ഒരു 4 മാസത്തോളം നമുക്ക് സ്നോഫാളും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നല്ല തണുപ്പായിരിക്കും. ഇനി ഇപ്പം ഞാൻ മാർച്ചിലേക്ക് എത്തിയില്ല, മാർച്ച് കഴിഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതനുസരിച്ചിട്ട് മാർച്ചിലും ഏപ്രിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നോഫോൾ റാൻഡംലി വരാതിരിക്കാം. പക്ഷേ സ്റ്റിൽ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഏപ്രിൽ കൂടിയിട്ട് പയ്യെ അങ്ങനെ ചൂടായി വരാനൊക്കെ ചാൻസ് ഉണ്ട്. സമ്മറായി തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ വിൻ്ററിൻ്റെ സമയത്ത് പാർട്ട് ടൈം ജോബ്സ് കിട്ടാനായിട്ട് ഭയങ്കര ടൈറ്റാണ്. എന്ന് വെച്ചാൽ ഇവിടെ വിൻ്റർ സമയത്ത് ഇവിടുത്തെ മിക്ക സ്വീഡിഷ് ആൾക്കാരും അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങില്ല. അപ്പം അവർക്ക് വെളിയിലേക്ക് ഇറങ്ങി പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റെസ്റ്റോറൻറ്റിലാണ്, അവിടെ അവർ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതലും ഡെലിവറി ചെയ്തിട്ടാണ് കഴിക്കുക. അവർ കൂടുതലും ഓർഡർ ചെയ്തിട്ട് കഴിക്കും. അപ്പം അങ്ങനെ ഡെലിവറി അല്ല, ഓർഡർ ചെയ്ത് കഴിക്കും ഫുഡ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹോട്ടൽ ജോബ്സ് ഒക്കെ കുറച്ചും കൂടെ കുറവായിരിക്കും. പിന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ അധികം ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്കിവിടെ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റ്സ്, കഫറ്റേരിയാസ്, അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി, പിന്നെ നമുക്ക് ആഡ്സ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തതൊക്കെയാണ് നമുക്ക് മേജറായിട്ട് പാർട്ട് ടൈം ജോബ്സ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ എടുക്കാം, റെസ്റ്റോറൻറ്റ് ജോബ്സ്. ഈ റെസ്റ്റോറൻറ്റ് ജോബ്സിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വിൻ്റർ സമയമാകുമ്പം അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ, ഇപ്പം ഈ സെർവിങ് സ്റ്റാഫ് അങ്ങനത്തെ സ്റ്റാഫിനെ അവർക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്ഡൊണാൾഡ്സിൽ അവർക്ക് സമ്മറിൽ ഒരുപാട് പേരെ ക്രൂ ആവശ്യമുണ്ടായിരിക്കും. കാരണം ഒത്തിരി പേര് അവർക്ക് ഇൻ സ്റ്റോർ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വേറെ നമുക്ക് വിൻ്റർ ആകുമ്പം എല്ലാവരും ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്, അവർക്ക് അത്രയും സ്റ്റാഫിന് ആവശ്യമില്ല. അപ്പം ദേ ആർ ഓവർ സ്റ്റാഫ്ഡ് ആവും. അപ്പം ഈ ഉള്ള സ്റ്റാഫിന് തന്നെ ഷിഫ്റ്റ് കുറച്ച് കൊടുക്കും. അല്ലെങ്കിൽ ചിലരോട് പറയും വിൻ്റർ കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്താൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ അതൊരു ക്രൈസിസ് ആണ്. ഇപ്പം ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ളവർക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം വിൻ്റർ വരുമ്പോൾ നമുക്ക് അത് കുറച്ച് കുറയും. പക്ഷേ സമ്മർ ആവുന്ന സമയത്ത് ഈ ജോബ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉള്ള ജോബ് കിട്ടും എന്നാണ് പറയുന്നത്. എൻ്റെ സമ്മർ ആയിട്ടില്ല, പക്ഷെ അങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പം ക്ലീനിങ് ജോബ്സിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കിപ്പം വിൻ്റർ ആണെങ്കിലും അതുപോലെ തന്നെ സമ്മർ ആണെങ്കിലും ജോബ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ സംഭവം ശരിയാണ്, നമ്മളിവിടെ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ക്ലീനിങ് ജോബ്സ് പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെൻറ്റ്സ് ക്ലീനിങ്സും
അതുപോലെ തന്നെ ഈ 5-സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ റാഡിസൺ ബ്ലൂ, അതുപോലെ ഗോത്തിയ ടവേഴ്സ്, ഇവിടെ ക്ലാരിയോൺ ഹോട്ടൽ പോസ്റ്റ്, അങ്ങനെ കുറച്ച് വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്. ഇവിടത്തേക്ക് റൂം സർവീസ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ നമുക്ക് 6 hours ആണ് തരിക. ഈ 6 hours നമ്മൾ 18 റൂംസ് വരെ ക്ലീൻ ചെയ്യണം, 18 റൂംസ് ചെയ്യണം. ഇനി ഇൻ കേസ് നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എപ്പോഴാണോ ചെയ്ത് കഴിയുന്നത് അതുവരെ നമ്മൾ അവിടെ നിൽക്കണം. എന്നിട്ട് ഇവർ 6 hours ക്യാഷ് തരുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ 6 hours നമ്മൾ ഒരു റൂം ചെയ്യാൻ ഇവർ തരുന്നത് ഹാർഡ്ലി 20 minutes ആണ്. ഈ 20 minutes നമ്മൾ ഈ ബെഡ്റൂം കംപ്ലീറ്റ് വാക്വം ചെയ്യണം, മോപ്പ് ചെയ്യണം, വാഷ്റൂം ക്ലീൻ ചെയ്യണം. അറിയാമല്ലോ, ഈ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പം ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഹെവി ആയിരിക്കും. അപ്പം ഈ ലേഡീസിനൊന്നും അധികം അത് പറ്റില്ല. ജെൻസ് ആണെങ്കിൽ തന്നെ ഉള്ളൂ ഈ ബ്ലാങ്കറ്റൊക്കെ നമ്മൾ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ കവറ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അഗെയിൻ വേറൊരു കവർ ഇടണം. പില്ലോസും ബെഡിൻ്റെ കവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 20 minutes ഇവന്തോ നമുക്കത് ചെയ്യാൻ പറ്റിയാലും 20 minutes നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാണ്. പിന്നെ അപ്പാർട്ട്മെൻറ്റ് ക്ലീനിങ്സ് വരുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരു ദിവസം 2-3 അപ്പാർട്ട്മെൻറ്റ്സ് വരും. അത് കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്യണം. ഫ്ലോറ്, ബെഡ്, അതുപോലെ തന്നെ വാഷ്റൂം, ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. ഇൻ കേസ് നമ്മൾ സൂപ്പർവൈസർക്ക് നമ്മൾ ക്ലീൻ ചെയ്തത് ഓക്കെ ആയില്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് വീണ്ടും ചെയ്യിക്കും വിത്തൗട്ട് പേ. ഓക്കെ, ഇതാണ് ക്ലീനിങ് ജോബ്സ് വരുന്നത്. അപ്പം ഇത് നമുക്ക് വിൻ്ററിലും സമ്മറിലും കിട്ടാവുന്ന ഒരു ജോലിയാണ്. ഓക്കെ, പിന്നെ അത് കിട്ടും തന്നെ ഇവിടെ മിക്കവരും ക്ലീനിങ് ജോബ്സ് സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് വളരെ ചെറിയ പേയ്മെൻറ്റേ കിട്ടുള്ളൂ. ഇവിടെ വലിയ വലിയ ക്ലീനിങ് കമ്പനീസ് ഉണ്ട്. ഇപ്പം ഹെംഫ്രിഡ്, സെർവിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമ്പനീസ് ഉണ്ട്. അവരൊക്കെ ഒരു അവറിന് 200 അല്ലെങ്കിൽ 250, 300 SEക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നവരാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവർ തരാം ഏകദേശം ഒരു 100 ഒക്കെ ഒരു അവറിന് നമുക്ക് ഇവർ പേയ്മെൻറ്റ് തരുള്ളൂ. എനിക്കറിയാവുന്ന ചിലർ ഇതിലും കുറച്ച് 50, 80 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്കറിയാവുന്ന ആൾക്കാരിൽ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രം പേ ഔട്ട് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഈ ക്ലീനിങ് ജോബ്സിനാണെങ്കിലും മിക്ക ജോലിക്കും ഇവിടെ ഇവർ ഡ്രൈവിംഗ് ലെസൺസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രൈവിംഗ് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ ഡ്രൈവ് ചെയ്യില്ല. പക്ഷെ ഡ്രൈവിംഗ് അറിയാവുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മൾ ക്ലീനിങ് ജോബ്സിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ 2 ടൈപ്സ് ഓഫ് ക്ലീനിങ്സ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ തന്നെ ക്ലീനിങ് ജോബ്സിന് ഫുൾ ടൈം ജോബായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ സൈറ്റിൽ കണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചാലും അവരെടുക്കണമെങ്കിൽ അവർ ചിലപ്പം സ്വീഡിഷ് ചോദിക്കും. ഈവെന്തോ അവർ സ്വീഡിഷ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്ലീനിങ് ജോബ്സിനാണ് പോകുന്നതെങ്കിൽ കൂടെയും അവർ സ്വീഡിഷ് ലാംഗ്വേജ് അവർ ചോദിക്കും. അപ്പം എനിക്കത് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത 3 കമ്പനിയിൽ നിന്നും റിജക്ഷനാണ് കേട്ടോ വന്നത്. പിന്നെ അപ്പോൾ ക്ലീനിങ് ജോബ്സിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ റെസ്റ്റോറൻറ്റ്, കഫറ്റീരിയ, ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വിൻ്ററിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ട് കുറേ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് CV ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്തു. അപ്പം അവരൊക്കെ പറയുന്നത് വി ആർ ഓവർ സ്റ്റാഫ്ഡ്. ഇപ്പം മെക്ഡിയിൽ പോയപ്പം അവർ പറഞ്ഞു ഓവർ സ്റ്റാഫ്ഡ് ആണ്, ഇനി നമുക്ക് സമ്മറിലേക്കുള്ളൂ, സ്റ്റാഫിനെ വേണമെങ്കിൽ തന്നെയും ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പാർട്ട് ക്ലിയർ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ ഫുഡ് ഡെലിവറി. ഇവിടെ മിക്കവരും സർവൈവ് ചെയ്യുന്നത് ഫുഡ് ഡെലിവറിയാണ്. മെയിനായിട്ട് ഫുഡോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് ഡെലിവറി ആപ്പും ഉണ്ട്, അതുപോലെ തന്നെ യൂബറും ഉണ്ട്. അപ്പം യൂബർ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഓർഡേഴ്സ് ഒന്നും കിട്ടില്ല, റയർലി കുറച്ച് ഓർഡേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഫുഡോറയുടെ കേസ് പറയുകയാണെങ്കിൽ ഫുഡോറ ലാസ്റ്റ് ഇയറൊക്കെ ഒത്തിരി IDs കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇയറിൽ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് അവർക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഫുഡോറയിൽ നമ്മളൊരു ID കിട്ടണമല്ലോ വർക്ക് ചെയ്യണമെങ്കിൽ, ആ IDക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ദേ ആർ ഓൾസോ ഓവർ സ്റ്റാഫ്ഡ് ആണ്. അപ്പം അവരിപ്പം കറൻ്റ്ലി പുതിയ IDs പ്രൊവൈഡ് ചെയ്യുന്നുമില്ല. ഉള്ളവർക്ക് തന്നെ ഷിഫ്റ്റ് പണ്ട് 8 hours ഒക്കെ അല്ലെങ്കിൽ 6 hours ഒക്കെ ഒരു ഡേ കിട്ടിയിരുന്നവർക്ക് ഇപ്പോൾ ഹാർഡ്ലി ഒരു വീക്കിൽ 8 hours അല്ലെങ്കിൽ ഒരു വീക്കിൽ 10 hours ഒക്കെയാണ് കിട്ടുന്നത്, അത്രയും സ്റ്റാഫ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ അവർ എഗെയിൻ റൂള് ചേഞ്ച് ചെയ്തിട്ട് 95-ന് ശേഷം ഉള്ള ആൾക്കാരാണെങ്കിൽ, ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ നമുക്ക്
ഇവിടെ നമ്മൾ ഫുഡോറ ഡെലിവറി ചെയ്യാൻ യൂഷ്വലി മോപ്പഡിലാണ്. മോപ്പഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കൂട്ടർ പോലത്തെ. ഇവിടുത്തെ സ്കൂട്ടറിൻ്റെ ലൈസൻസ് എടുക്കണം. അപ്പം അതിന് ഏകദേശം ഇവിടുത്തെ ഒരു 4000 SEK അടുത്ത് ചിലവാകും. ഇപ്പം നാട്ടിലെ ഒരു 50,000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് നാട്ടിലത്തെ ചിലവാകും. ഏകദേശം ഒരു 40,000 to 50,000 അടുത്ത് നമുക്ക് ആ ലൈസൻസ് എടുക്കാനായിട്ട് നമുക്ക് ചിലവാകും. ഓക്കെ, അപ്പം ഫുഡോറയുടെ കേസിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അല്ലാതെ ഇവിടെ ഫുഡോറ ഫ്ലീറ്റ്സ് ഉണ്ട്. കുറേ കമ്പനികൾ ഫുഡോറയുടെ കുറേ IDs മൾട്ടിപ്പിൾസ് ആയിട്ട് എടുത്തിട്ട് അവർ തന്നെ കുറേ സ്റ്റാഫിന് വെച്ചിട്ട് ഒരു കുറച്ച് എമൗണ്ട് സ്റ്റാഫിന് കൊടുക്കുന്ന പോലെ. പക്ഷെ അത് നമുക്കൊരു പെർ ഓർഡർ ബേസിലാണ് എമൗണ്ട് കിട്ടുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ മിക്കവരും ചെയ്യുന്നത് അക്കൗണ്ട് ത്രൂ സാലറി അല്ല, ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതൊരു ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് എല്ലാവരും ചെയ്യുന്ന കാര്യം അങ്ങനത്തെ ഫുഡോറ അങ്ങനെയാണ്. കാരണം മറ്റേ ID കിട്ടാനില്ല. പിന്നെ ഇവരിങ്ങനെ ക്രൈറ്റീരിയ പറയുമ്പോൾ ലൈസൻസ് എടുക്കണം, മോപ്പഡ് എടുക്കണം എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ ജോയിൻ ചെയ്യും. ഇത് മിക്കവരും ഇതിനകത്ത് കാറായിരിക്കും, ഇലക്ട്രിക് കാറായിരിക്കും. അപ്പോൾ അതിനവർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് ചെറിയ പേയ്മെൻ്റ് ആയിരിക്കും, ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും സാലറി. അപ്പം നമുക്കതിനൊരു ക്യാഷ് കിട്ടുന്നതിന് ഒരു റെക്കോർഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഫുഡോറ ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പം ഈ ഫുഡോറ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പെർ അവർ നമുക്ക് ഓർഡർ ഇല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് അവർ തരും. എനിക്ക് തോന്നുന്നു 100 SEK ഒക്കെ തരും. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരും. ഫ്ലീറ്റ്സ് ആണെങ്കിൽ ഇവർ എത്ര ഓർഡറാണ് നമ്മളൊരു ദിവസം എടുത്തിരുന്നത് അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 4th വൺ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പർ അല്ലെങ്കിൽ റെക്ലം ഇടുന്ന പരിപാടിയാണ്. അത് നമുക്ക് ഡെയിലി ഒന്നും ജോബ് ഉണ്ടാവില്ല. വീക്കിലി മാക്സിമം 3 days, വീക്കിലി മാക്സിമം 3 days. ചിലർക്ക് അത് ഒരു ദിവസമായിരിക്കാം, 2 ദിവസമായിരിക്കാം, അങ്ങനെ. അതും ഫുൾ ഡേ ഇല്ല കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ഒരു 1 hour 2 hour 3 hour 4 hours അങ്ങനെയാണ്. അത് അവർലി ബേസ്ഡ് അല്ല. നമ്മളോട് ചോദിക്കും നമുക്ക് എത്ര ഡിസ്ട്രിക്റ്റ് വരെ ഇടാൻ പറ്റും. ഡിസ്ട്രിക്റ്റ് ഇവിടുത്തെ കുറച്ച് പ്ലേസസ് ആണ്, എത്ര പ്ലേസിൽ നമുക്ക് ഇടാൻ പറ്റും ചോദിക്കും. അതിനനുസരിച്ച് അവർ അലോട്ട് ചെയ്യും. അപ്പം അതിനകത്ത് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് മാക്സിമം ഒരു 5,000 SEK ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു 40,000 ഒക്കെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അറിവിൽ. പിന്നെ അതിൽ തന്നെ നമുക്ക് ഷിഫ്റ്റ് കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്ത് വരുന്നത് അവർ മാക്സിമം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എടുത്തിട്ട് അവർക്ക് കിട്ടുന്നത് 5,000 SEK ആണ്. ചിലവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. അവർക്ക് മാക്സിമം ഒരു മാസം കിട്ടുന്നത് 1,500 SEK ആണ്. അതൊരു നമ്മളെ നാട്ടിലെ ഒരു എത്ര രൂപ വരും, 16,000 താഴെ ഒക്കെ വരുള്ളൂ. അപ്പം അത്രയും ലെസ് പേ ഔട്ടാണ് നമ്മൾ ആ റെക്ലം ഇടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്ക് അക്കോമഡേഷനും അതുപോലെ തന്നെ നമ്മളുടെ ലിവിങ് എക്സ്പെൻസ് എല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിൻലി നമുക്ക് ഇതാണ് പാർട്ട് ടൈം ജോബ്സിൻ്റെ കാര്യം വരുന്നത്. പിന്നെ പണ്ട് ലാസ്റ്റ് ഇയറൊക്കെ ഫുഡോറ സൈക്കിളിൽ ഡെലിവറിക്ക് അലോ ചെയ്യുമായിരുന്നു. ഇപ്പം അവരത് സമ്മതിക്കുന്നില്ല എന്നാണ് കേട്ടത്. അപ്പം സൈക്കിളിൽ നമുക്ക് ഫുഡോറ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തരില്ല എന്നാണ് അവർ പറഞ്ഞത്. ഫുഡോറ ആളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് നമുക്ക് ഇവിടെ മേജറായിട്ട് കിട്ടുന്ന പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മിക്ക ജോബ്സും ഇപ്പോൾ ഫുഡ് ഡെലിവറി അതുപോലെ റെക്ലം ഡിസ്ട്രിബ്യൂഷൻ ഇതല്ലാതെ നമ്മൾ വേറെ എന്ത് ജോലിക്ക് ഈവൻ ഹോട്ടൽ ക്ലീനിങ്ങിന് പോവുകയാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ മിക്ക ടീംസും സ്വീഡിഷ് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദേ ആർ ആസ്കിങ്. നമ്മളിപ്പം ഇപ്പം റെസ്റ്റോറൻറ്റിൽ ക്ലീനിങ്ങോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ അവർ സ്വീഡിഷ് ലാംഗ്വേജ് എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവർ മിക്കവരും ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. എന്ന് വെച്ചിട്ട് സ്വീഡിഷ് അറിയാത്തവർക്ക് ജോലി കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ബേസിക് മനസ്സിലാക്കാനെങ്കിലും പറ്റുമല്ലോ, അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം. അപ്പം ഇത്രയാണ് നമ്മളെ സ്വീഡനിലെ പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ സമ്മർ ഇതുവരെ വന്നിട്ടില്ല. സമ്മർ ആകുമ്പോൾ ഇവിടെ ഒത്തിരി ജോബ് ഓപ്പണിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ലുക്ക് ഇറ്റ് ഫോർവേഡ്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് മന്ത് മാർച്ചാണ്. അപ്പം ആ ഒരു മന്ത് തൊട്ടിട്ടാണല്ലോ എനിക്ക് അറിയുള്ളൂ. കറൻ്റ്ലി ഞാനിപ്പം ഒരു പിസ്സ സ്റ്റോറിൻ്റെ ഇതിൽ ജോബിന് നോക്കിയിട്ടുണ്ട്. അപ്പം അവിടെ എനിക്ക് പറയുന്ന പേ ഔട്ട് എന്ന് പറയുന്നത് ഒരു അവറിന് 80 SEK ആണ് പറയുന്നത്. പക്ഷേ
അവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര പട്ടിപ്പണിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ലെസ് പേയ്മെൻ്റ് ആണ് അവർ തരുന്നത്. അത് നമുക്ക് ഡെയിലി നമ്മൾ 10 to 12 hours വർക്ക് ചെയ്യണം. അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും മാക്സിമം വീക്കിലി 4 days നമുക്ക് വർക്ക് ഉള്ളൂ. അതൊരു കാര്യമാണ്. പക്ഷെ നമുക്കത് ഭയങ്കര ഹെക്റ്റിക്കായി തോന്നും. പിന്നെ നമ്മൾ പറയും ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടാനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. എന്നാൽ കൂടെയും നമുക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ ഫുൾ ടൈം ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ജോബ്സ് അല്ലാതെ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതൊക്കെ എനിക്ക് 1 റൗണ്ട് 2 റൗണ്ട് ഒക്കെ ക്ലിയർഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ലോജിസ്റ്റിക് റീസണിങ് ടെസ്റ്റ് എല്ലാം ക്ലിയർഡ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് റൗണ്ട് വരുമ്പം ഇവർ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ മെയിൽ വരുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം ഇവർ മിക്കതും ഇവരുടെ ലാംഗ്വേജ് അറിയാവുന്ന, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ലാംഗ്വേജ് അറിയാവുന്നവർക്കാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിപ്പം വേറെവർ എന്താണെങ്കിലും വേറെവർ ഇറ്റ് ഈസ് നമുക്ക് അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. വലിയ ICA, അതുപോലെ തന്നെ വില്ലീസ്, ലിഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ജോലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് സ്വീഡിഷ് അറിയണം എന്നാലേ ഉള്ളൂ എന്ന്. പക്ഷെ എനിക്കറിയില്ല, അവിടെ ഈ ഓർഡറൊക്കെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെക്കുക, നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്തതിനൊക്കെ ലാംഗ്വേജ് വേണമെന്ന് അറിയില്ല. ബട്ട് ദെൻ സ്റ്റിൽ ദേ ആർ ആസ്കിങ് ഫോർ സ്വീഡിഷ് ലാംഗ്വേജ്. അപ്പം സ്വീഡനിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ വളരെ കുറവാണ്. മറ്റൊരു രാജ്യത്ത് പോയിട്ട് പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ജോലി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മിക്ക വർക്ക്സും സീസണിലാണെങ്കിൽ കൂടെയും നമുക്ക് ജോബ് കിട്ടാനുള്ളൊരു നമുക്ക് ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ജോലി കിട്ടാനുള്ളൊരു പ്രോബബിലിറ്റി വളരെ കുറവാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ പറയുമ്പോഴും നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. സ്റ്റിൽ ഇപ്പം ഈ ഹോട്ടൽ ജോബ്സ് ചെയ്യുന്നവരെ എനിക്കറിയാം, അതുപോലെ തന്നെ ക്ലീനിങ് ജോബ്സിന് പോകുന്നവരെ എനിക്കറിയാം. ലെസ് പേ ഔട്ട് ആണെങ്കിലും ഓക്കെ, കിട്ടുന്നത് വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അതൊക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഡിപ്പെൻഡൻ്റുമായിട്ട് വന്നിട്ട് അവർ 2 പേരും കൂടെ അങ്ങനെ ചെയ്തിട്ട് ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ ലെക്കാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ലെക്കും നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ജോബ്സും കാര്യങ്ങളും കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ ജോബ് കിട്ടിയാലും നിങ്ങൾക്കത് വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് കിട്ടുന്ന ഷിഫ്റ്റ് കുറയും. കാരണം അത്രയും സ്റ്റാഫിന് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് കുറയും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന കമ്പാരിറ്റീവ്ലി കിട്ടുന്ന ഏർണിങ്സും കുറയും. അപ്പം അതിൻ്റെ സീസണലാണ് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ്, ഒന്നും ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമുക്ക് വേറൊരു ജോബ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം ഈ 4 ജോബ്സാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് സ്വീഡൻ്റെ സത്യസന്ധമായിട്ടുള്ള പാർട്ട് ടൈം ജോബ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണെങ്കിൽ ദർ ആർ ഫ്യൂ ഓപ്പർച്യൂണിറ്റീസ്, കുറച്ചുണ്ട്. അപ്പോൾ അത് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.